ഹെൽത്തി ഫാമിലി, ടെൻഷൻ ഫ്രീ ലൈഫ്. എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതേപോലെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡിയും അതേപോലെ തന്നെ ടെൻഷൻ ഇല്ലാണ്ട് ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് ഞാൻ പറയാം. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും വന്ന ചില മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. എൻ്റെ ഒപ്പം തന്നെ വരണം, ശ്രദ്ധിച്ച് കാണണം. ഇവിടെ ഞാൻ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് പിക്ചർ തന്നെ പോകുന്നത് കിണറാണ്. 1980 കിണറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കിണറുണ്ട്, പക്ഷെ നമ്മൾ കൂടുതലും കുടിക്കുന്നത് എന്താണ്? മിനറൽ വാട്ടറാണ് കുടിക്കുന്നത്. അതേപോലെ കോഴിയൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന കോഴിയാണ്. ഇന്ന് ശരിക്കും ഇഞ്ചെക്ട് ചെയ്തൊരു 30-35 ദിവസം കൊണ്ട് വളരുന്ന കോഴിയാണ്. ഇനി അതേപോലെ തന്നെ ഫിഷ്, പണ്ട് കാലത്തൊക്കെ നമ്മൾ നല്ല ഫിഷ് കിട്ടുമായിരുന്നു. ഇന്നോ ഫോർമാലിനൊക്കെ ഇട്ടിട്ടുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫിഷ്. പണ്ട് കാലത്ത് നെൽകൃഷിയൊക്കെ നമ്മൾ ചെയ്തിരുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇന്നിപ്പോഴോ ഫേക്കായിട്ടുള്ള അരി വരെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ നമ്മളിപ്പോൾ അരി കഴുകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കുഴമ്പ് രൂപത്തിലൊക്കെ. അതേപോലെ തന്നെ പണ്ട് പശുവിനെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ വീട്ടിലോ ഉണ്ടായിരുന്നു. പശുവിൻ്റെ പാല് നമുക്ക് നല്ല ഫ്രഷ് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നോ ഫുള്ള് പാക്കഡ് മിൽക്കാണ് വരുന്നത്. അത് എങ്ങനെ പശുവിൻ്റെ പാല് തന്നെ ആണോ എന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. അതേപോലെ തന്നെ നല്ല പഴങ്ങളും പച്ചക്കറികളൊക്കെ പണ്ട് കാലത്ത് നമുക്ക് നല്ലത് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് എന്തായിപ്പോയി? ഫുള്ള് കെമിക്കൽ അടങ്ങിയത്. ഒരു പക്ഷികളോ അല്ലെങ്കിൽ കിളികളോ കൊത്തിയിട്ട് അതുവരെ മരിച്ചു വീഴുന്ന അല്ലെങ്കിൽ ചത്ത് വീഴുന്ന നമ്മൾ കാണുന്നുണ്ട്. പണ്ട് കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു വൈദ്യനുണ്ടാവും ഒരു ഗ്രാമത്തിൽ. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ണിന് ഡോക്ടർ, പല്ലിന് ഡോക്ടർ, അതേപോലെ തന്നെ സ്കിന്നിന് ഡോക്ടർ, ഓരോരോ അവയവങ്ങൾക്ക് ഡോക്ടർ വരാൻ തുടങ്ങി. അതേപോലെ തന്നെ എക്സസൈസിൻ്റെ കാര്യവും ശരീരം അനങ്ങുന്ന കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 1980 അല്ലെങ്കിൽ പോട്ടെ കുറച്ച് നാൾ മുമ്പ് വരെ നമുക്കറിയാം തുണി അലക്കുമായിരുന്നു സ്ത്രീകളൊക്കെ, അതുപോലെ തന്നെ അരയ്ക്കുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്തായി? തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ വന്നു, അരയ്ക്കാൻ എന്ത് വന്നു? മിക്സി വന്നു. കുട്ടികളൊക്കെ പുറത്തു പോയി കളിക്കുമായിരുന്നു. ഇന്നിപ്പോൾ നോക്കിയാൽ എല്ലാ കുട്ടികളും കളിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. അതേപോലെ പണ്ട് കാലത്ത് 9-ാം മാസവും മിനിമം ഒരു 8 മാസമൊക്കെ ആകുമ്പോഴാണ് സ്ത്രീകൾ പ്രസവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എന്തായി? 5-ാം മാസത്തിലും 6-ാം മാസത്തിലും സ്ത്രീകൾ പ്രസവിക്കാൻ തുടങ്ങി. കാരണം ഇതേപോലത്തെ കോഴിയല്ലേ നമ്മൾ കുത്തി കഴിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് പണ്ട് കാലത്ത് ആളുകൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും എലോണാണ്, ഒറ്റയ്ക്കാണ്. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് പണ്ട് കാലത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഫുള്ള് ജങ്ക് ഫുഡിൻ്റെ കാലമാണ്. അത് നമുക്ക് അറിയാം, ബർഗർ, പിസ്സ തുടങ്ങിയിട്ടുള്ള. പണ്ട് കാലത്ത് നമ്മൾ പറമ്പിലൊക്കെ ഇറങ്ങി നല്ല അധ്വാനിച്ച് പണിയെടുക്കുമ്പോൾ നമ്മുടെ ബോഡിക്കൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നോ ഫുൾ എല്ലാവർക്കും ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ് ഇഷ്ടം. നമ്മൾ TV കാണുമ്പോൾ ഇരിക്കുന്നു, ബസ്സിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ ഇരിക്കുന്നു. ഫുൾ ടൈം സിറ്റിംഗ് ലൈഫാണ് നമ്മുടെ. നടക്കുന്നില്ല, ഓടുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഭക്ഷണ രീതിയിലും കുറേ ഫാൾട്ട് വന്നുപോയി. സ്മാർട്ട് ലൈഫിന് എന്താ ശരിക്കും വേണ്ടേ? സ്മാർട്ടായിട്ടുള്ള ഫുഡ് തന്നെ വേണം, അല്ലേ? കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാട് ഒരു ലൈഫേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരേ ഒരു ബോഡി, അതൊരൊറ്റ ചാൻസാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനും ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും. അതെങ്ങനെയെന്നുള്ള കാര്യങ്ങൾ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് ആണ് വേണ്ടത്. കറക്റ്റായിട്ട് നിങ്ങൾ കറക്റ്റ് വെള്ളം കുടിച്ചോ, ഭക്ഷണങ്ങൾ കഴിച്ചോ, എന്നെ ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ ചോദിക്കാൻ ഒരു ബെസ്റ്റ് കോച്ച് വേണം. അപ്പോൾ കോച്ചായിട്ട് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ടീം ട്രിപ്പിൾ എഫ് നിങ്ങളുടെ കൂടെയുണ്ട്. ടീം ട്രിപ്പിൾ എഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് കോച്ചസ് ഉള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ടീമാണ്. സോ ഒത്തിരി കോച്ചസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുപോലെ എക്സസൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഡെയിലി ലൈവ് ക്ലാസ് 3 ഉണ്ടാവും. ഇതെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം മോർ ഡീറ്റെയിൽസിന്. ഓക്കെ, താങ്ക് യു.